ഒക്കെ മറുപടി പറയാൻ പോണ്. എനിക്കതാ പണി. അനസ് നന്നാ വായ പിടിച്ച കളവേ പറയുള്ളൂ, അനസ് നുണയെ പറയാ. നുണ പറയുന്ന ആൾക്ക് പിന്നെ ഞാൻ മറുപടി അറിയാൻ പോണോ? അതാ അനസിനുള്ള കുഴപ്പം. അനസ് മുസ്ലിയാർ നുണ പറയും, അവിടെ മൂപ്പര് അനസിന് മറുപടിക്ക് പോകൂല. സലാഹിക്കോ സലാഹി ചീത്ത പറയും. സലാഹി ചീത്ത പറയുന്നോണ്ട് ഞാൻ എന്ത് ചെയ്യൂല, സലാഹിക്കും ഞാൻ മറുപടിക്ക് പോകൂല. ഇപ്പൊ പേരോട് ഇവിടുന്ന് ഏത്തമിട്ടു. എന്ത്? സലഫി ചീത്തയും പറയൂല കളവും പറയൂല, അതുകൊണ്ടാ ഞാൻ വരുന്നത്. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? അങ്ങനെ നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞ ഞാൻ ചീത്തയെ പറയുള്ളൂ നുണേ പറയുള്ളൂ എന്നാ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് തോന്നി എന്റെ 4-5 പ്രസംഗങ്ങൾ ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ നീങ്ങുമ്പോ നിങ്ങൾക്ക് തോന്നിയാണ് സലഫി നല്ല ആളാട്ടോ, ചീത്തയൊന്നും പറയില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ വരും. സലഫി നുണയൊന്നും പറയില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ വരും. എന്നാ എന്താ അനസ് കളവ് പറഞ്ഞതിന് അനസ് തന്നെ വിശദീകരിക്കുന്നുണ്ട്. നാളൊട്ടുക്കിപ്പോ ആവേശം കണ്ടോ, ഹജ്ജിന് വരുന്ന ആളുകൾ മുഴുവൻ മുശ്രിക്കാണ്, ആര് മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വ്യാഖ്യാനിക്ക, അങ്ങനെ വിശദീകരിക്ക. അതിനിടക്ക് ഇതിപ്പോ സാധാരണ പറയാൻ നാറ്റുനോട്ടിരുന്നൊരു ക്ലിപ്പ് കിട്ടി എന്നൊരു പാട്ട് പാടുന്നത് പോലെ മുസ്ലിയാക്കന്മാർക്ക് ഇപ്പൊ ഒരു പുതിയ ക്ലിപ്പും കൂടെ അതിന്റെ കൂട്ടത്തിൽ ചേർക്കാൻ. അതെന്തിനാ? അത് മുശ്രിക്ക് എന്ന് മുജാഹിദ് പറഞ്ഞിട്ടില്ല എന്ന് അനസ് മൗലവി. കണ്ടോ, പുതിയൊരു ക്ലിപ്പ് കൂടി. അനസ് മൗലവി പറഞ്ഞ സ്ഥലം, ആ സ്ഥലത്ത് എന്തേ മുസ്ലിയാക്കന്മാര് മറുപടി പറയാതിരുന്നത്? ഏത് നാട്ടിൽ വെച്ചാണ് അനസ് മൗലവി അത് പറഞ്ഞത്? ആ നാട്ടിൽ എന്തേ മുസ്ലിയാക്കന്മാരെ പിന്നെ കണ്ടില്ല? എന്താ കാര്യം അറിയോ? ആ പ്രഭാഷണം നടക്കുന്നതിന് മുമ്പ് ആ സ്ഥലത്തിന് മുസ്ലിയാർ വന്നിട്ട് സക്കറിയ എഴുതിയ ഒരു ലേഖനം, മാതൃഭൂമിയിൽ വന്നൊരു ലേഖനം, ആ ലേഖനം എടുത്തു വെച്ചിട്ട് മുസ്ലിയാരെ നീണ്ടൊരു പ്രഭാഷണം. എന്നിട്ട് എന്താ പറഞ്ഞത്? കണ്ടോ, സക്കറിയ അന്ന് സൗദി അറേബ്യയിൽ പോയിട്ട് സക്കറിയക്ക് പോലും മനസ്സിലായി അവിടേക്ക് ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല, ബോർഡ് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് സക്കറിയക്ക് പോലും മനസ്സിലായി. പക്ഷേ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം മുജാഹിദ് നേതാവ്, അയാൾ പ്രസംഗിക്കുകയാണ് അവിടെ ഹജ്ജിന് വരുന്നവർ ഹിന്ദുക്കളാണ്, മുസ്ലിങ്ങൾ 5% ഉണ്ടാവുള്ളൂ, 5 ലക്ഷം മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഹിന്ദുക്കളാണെന്ന് ഒരു പണ്ഡിതൻ പറയുന്നു. മുജാഹിദ് നേതാവ് പറയുന്നു. മുജാഹിദ് ബാലുശ്ശേരിയുടെ ക്ലിപ്പ് പ്രഭാഷണത്തിൽ ഈ രൂപത്തിലുള്ള പലവിധ ആരോപണങ്ങളും ഉന്നയിച്ചതിന് 1, 2, 3, 4 1 by 1 ആയി മറുപടി പറഞ്ഞ അവസാനം ഇവിടെ ചില ആളുകൾ കളിച്ചതുപോലെ ഇവിടെയും ചില ആൾക്കാർ കളിച്ചല്ലോ. ഓരോരുത്തർക്ക് 1 മണി വരെ, 2 മണി വരെ, 3 മണി വരെ ഒക്കെ പ്രസംഗിക്കാം. പക്ഷെ മുജാഹിദുകള് പരിപാടി വെച്ചാൽ 10 മണിക്ക് അവസാനിപ്പിച്ചോണം. ആ രൂപത്തിലുള്ള മുജാഹിദുകളുടെ ശബ്ദം കേട്ടാൽ നെഞ്ചകം ഇടറുന്ന വിറക്കുന്ന ചില കോമുണ്ടല്ലോ, ആ രൂപത്തിലുള്ള കോമോടെ ഈ 10 മണിക്ക് പ്രസംഗം അവസാനിപ്പിക്കണം. മര്യാദ ഞങ്ങൾ പാലിച്ചു. 10 മണിക്ക് പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അവസാനമായി ആ ഭാഗം കൂടി വിശദീകരിക്കണമെന്ന നിലക്ക് ആ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗം ഞാൻ പറഞ്ഞു. മുജാഹിദ് ബാലുശ്ശേരിയുടെ പേരുള്ള ഈ ആരോപണം അവർ പറഞ്ഞപ്പോ ഹിന്ദുക്കൾ അവിടെ ഹജ്ജിന് വരുന്നു എന്ന പ്രയോഗം മുജാഹിദ് പറഞ്ഞിട്ടില്ല, ഹിന്ദുക്കൾ എന്നൊരു വാചകം അതിൽ അവിടെ ഇല്ല എന്ന് പറഞ്ഞെടുത്ത് മുസ്ലിയാക്കന്മാർക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന രൂപത്തിൽ എന്തായി, അത് മുശ്രിക്കുകൾ എന്നായി പോയി. ഹിന്ദുക്കൾ എന്ന് പറയേണ്ട അടുത്ത് മുശ്രിക്കുകൾ എന്നൊരു വാചകം അതിലില്ല. ഈ വാചകം എടുത്ത് ക്ലിപ്പാക്കിയിട്ട് ഇപ്പൊ അതിട്ടിങ്ങനെ മുസ്ലിയാക്കന്മാർ വരച്ച. എന്താണ് സലാഹികൾ പിന്നെ ചീത്ത പറഞ്ഞൊരു